السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും നിലക്കുള്ള ഒരു ഉപകാരം നമുക്ക് ചെയ്തെന്നാൽ നമ്മൾ അയാളോട് ശുക്ർ പറയലുണ്ട്, നന്ദി പറയലുണ്ട്. അത് ഏറ്റവും മാന്യമായ ഒരു സ്വഭാവമാണ്. എന്നാൽ അവിടെ ശറഅ് പഠിപ്പിച്ച വളരെ കൃത്യമായ ഒരു കാര്യം എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫഖാല ലിഫാഇലിഹി ജസാക്കല്ലാഹു ഖൈറൻ ഫഖദ് അബ്ലഅ ഫിസ്സനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആർക്കെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്തു കൊടുത്താൽ അയാൾക്കായി ഇപ്രകാരം പ്രാർത്ഥിക്കുക: ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. അപ്പോൾ അത് ആ നന്മക്ക് അർഹിക്കുന്ന പ്രതിഫലം ആകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മളൊക്കെ ഇത് അതിൻ്റെ അർത്ഥമറിയാതെയും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാതെയും ഒക്കെ പറയുമെങ്കിലും ഇത് കൃത്യമായി മനസ്സിലാക്കുകയും അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ യഅലമു അഹദുക്കും മാ ലഹു ഫീ ഖൗലിഹി ലി അഖീഹി ജസാക്കല്ലാഹു ഖൈറ, തൻ്റെ സഹോദരനോട് ജസാക്കല്ലാഹു ഖൈറ അഥവാ അള്ളാഹു താങ്കൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നതിൽ തനിക്ക് എന്താണ് നേട്ടമുള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅക്സറ മിൻഹാ ബഅളുകും ലിബഅൾ, നിങ്ങൾ അങ്ങനെ പരസ്പരം അത് പറയുന്നത് വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഏതെങ്കിലും രൂപത്തിലുള്ള അയാൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പത്തികമായോ ശാരീരികമായോ മറ്റുള്ള ഏത് രൂപത്തിലെങ്കിലും അയാൾ നമുക്ക് വേണ്ടി ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ, എന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി വ അൻത ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്കും നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ പറയണം. ഇനി അതിന് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ വ ഇയ്യാക്, താങ്കൾക്കും എന്നും നമുക്ക് മറുപടി പറയാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തൊരു നന്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ അതിൻ്റെ നിയ്യത്തും അതിൻ്റെ ഉദ്ദേശങ്ങളുമൊക്കെ മനസ്സിലാക്കി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് പ്രതിഫലമാണ്. ആ ഒരു കാര്യം എപ്പോഴും ഏത് കർമ്മവും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ സുന്ദരമായ ദീനിൻ്റെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി